അപ്പം ഞാൻ ഇന്ന് നമ്മുടെ ഷോപ്പിലേക്ക് കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്തായിരുന്നു. അപ്പം ഞാൻ ഓർത്തു അത് നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. കുഞ്ഞ് പർച്ചേസ് ആയിരുന്നു കേട്ടോ. 2 വീക്സ് കൂടുമ്പം നമ്മൾ ഷോപ്പിംഗ് ചെയ്യാറുണ്ട്. നമുക്ക് സപ്ലൈ ഉണ്ട്. അപ്പോൾ നമ്മൾ ഓർഡർ കൊടുക്കുമ്പം അവർ നമുക്ക് നമ്മുടെ ഷോപ്പിലേക്ക് കൊണ്ടുതരും. ഇതിപ്പോൾ ഞാൻ ഓർഡർ കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ ഷോപ്പിലേക്ക് ഞാൻ വരുത്തി എന്നുള്ളത് നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. നിങ്ങൾക്കിതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ, ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ളവർക്ക്. ഞാൻ ഓർത്ത് നിങ്ങളെയും കൂടെ കാണിക്കാനുള്ളത്. അപ്പോൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ എന്താ ആദ്യമായിട്ട് എനിക്ക് തന്നെ സത്യം പറഞ്ഞാൽ ഒരു ഓർമ്മയില്ല കേട്ടോ എന്തൊക്കെ സാധനങ്ങളാണുള്ളത്. ഒരു റെവ്ലോണിൻ്റെ ഷാമ്പൂ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ തന്നെ ഷാമ്പൂവും ഉണ്ട് കേട്ടോ. ഇത് നമ്മൾ ഈ ഹെന്ന വാഷും അല്ലെങ്കിൽ ഹെയർ കളേഴ്സൊക്കെ നമ്മൾ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഷാമ്പൂ ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇതിൻ്റെ മറ്റൊരു ടിഷ്യൂ പേപ്പർ ഉണ്ടല്ലോ, അതൊരു വെച്ചില്ലേ? ഇതാണ്, ഇത് റെവ്ലോണിൻ്റെ ആണ്. ഡ്രൈ ആൻഡ് ഡാമേജ് ഹെയർ ഷാമ്പൂ. നമ്മുടെ ഡാമേജ് ഹെയറിനും ഡ്രൈ ഹെയറിനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള, നമ്മൾ ഈ ഹെയർ കളേഴ്സൊക്കെ നമ്മൾ യൂസ് ചെയ്ത് അല്ലെങ്കിൽ ഈ ഹെന്നയൊക്കെ ചെയ്യുമ്പം ഒരുപാട് ഡ്രൈ ആവും ഹെയർ. അപ്പോൾ അതിനെയൊക്കെ ഒന്ന് സ്മൂത്തനാക്കാനായിട്ടൊക്കെ ഞാൻ ഹെന്നയ്ക്കും ഹെയർ കളേഴ്സിനും അല്ല ഡൈ ഒക്കെ യൂസ് ചെയ്തിട്ട് അതിനു വേണ്ടി മാത്രം വാഷ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഷാമ്പൂവും കണ്ടീഷണറുമാണ്. അത് റെവ്ലോണിൻ്റെ ആണ് കേട്ടോ. പിന്നെ ഞാൻ എഗ് ഷാമ്പൂ മേടിക്കാറുണ്ട്. അത് ഒലീവിയയുടെ എഗ് ഷാമ്പൂ ആണ് മേടിച്ചിരുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് ഓർഡർ ചെയ്തപ്പോൾ അതേ കിട്ടിയുള്ളൂ. നല്ല ബ്രാൻഡാണ് ഒലീവിയയുടെ. പേഴ്സണൽ യൂസും നല്ലതാണ്. അത് ഞാനൊരു 2-3 എണ്ണം മേടിച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങളോർക്കും എന്താ പറയുക, ഇതിപ്പം നമ്മൾ ഈ ഷോപ്പിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ ഉണ്ടല്ലോ, ഈ കഴിഞ്ഞിടയ്ക്ക് നമ്മൾ ആരോഗ്യമന്ത്രിയുടെ ഒരു പോസ്റ്റ് കണ്ടായിരുന്നല്ലോ. എന്താ പറയുക, നമ്മുടെ ലൈസൻസ് ഇല്ലാത്ത ഒരുപാട് പ്രോഡക്ട്സ് ഇങ്ങനെ പിടിച്ചു എന്നുള്ളത്. അത് സത്യമാണ്. നമ്മൾ ചില ഷോപ്പിലൊക്കെ ചെല്ലുമ്പം ഒരു പേരുണ്ടാവും, പക്ഷെ കന്നാസിലൊക്കെ ഒരു 10-15 ലിറ്ററൊക്കെ ഷാമ്പൂ ഒക്കെ അത് ലോക്കൽ ബ്രാൻഡ്സ് ആണ് കേട്ടോ. അപ്പം അങ്ങനെ മേടിച്ചുകൊണ്ട് പോകുന്നവരും ഉണ്ട്, ഇല്ലെന്നല്ല. അല്ലാതെ നമുക്കത് ആ കടകളിലൊന്നും അത് ഇരിക്കത്തില്ലല്ലോ. അപ്പം നിങ്ങൾ പ്രോഡക്റ്റ്സ് വാങ്ങുമ്പോൾ എപ്പോഴും അത്യാവശ്യം കുറച്ച് ബ്രാൻഡഡ് പ്രോഡക്റ്റ്സേ നിങ്ങൾ മേടിക്കാവുള്ളൂ. നമ്മൾ ഷോപ്പിലേക്ക് എല്ലാം നോക്കിയാണ് മേടിക്കും. ഈ എഗ് ഷാമ്പൂ ഞാൻ പറഞ്ഞില്ലേ, ഈ കന്നാസിനകത്തൊക്കെ കിട്ടും ഒരുപാട്. ഇതിൻ്റെ ഒരെണ്ണത്തിൻ്റെ വിലയാവത്തുള്ളൂ അത് ഒരു കന്നാസ് മേടിച്ചത്. പക്ഷേ നമ്മൾ അങ്ങനെ തുടക്കം തൊട്ടേ ഒന്നും ചെയ്യാറില്ല. എല്ലാം ബ്രാൻഡഡ് തന്നെയാണ് മേടിക്കാറ്. പിന്നെ ഇതിപ്പോൾ കുറച്ച് സാധനം ഞാൻ മേടിച്ചിട്ടുള്ളൂ കേട്ടോ. സാധാരണ നമ്മൾ 2 വീക്സ് കൂടുമ്പോൾ ഇങ്ങനെ വരുന്നത് കൊണ്ട് നമുക്ക്, പിന്നെ ഞാൻ ഇടയ്ക്ക് പോവാറുണ്ട്. ഇപ്പം പിന്നെ എനിക്ക് ടൈം കിട്ടിയില്ല പോകാനായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ, ഇന്നിപ്പോൾ സപ്ലൈ ഉണ്ടായത് കൊണ്ട് ഞാൻ എന്തായാലും കൊണ്ടുവരാൻ പറഞ്ഞു. പിന്നെ സ്പാ ക്രീമുണ്ട്, അത് ഷോസ്കോഫിൻ്റെ ആണ്. ഷോസ്കോഫിൻ്റെ ഒരെണ്ണേ ഉള്ളൂ. ഷോസ്കോഫിൻ്റെ 2 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ ലോറിയലും ഒരെണ്ണം ഉണ്ടാവുമല്ലോ. ലോറിയലും 2 എണ്ണം. പിന്നെ ഇതിപ്പോൾ ഞാനിവിടെ സ്റ്റോക്ക് ചെയ്തതേ ഉള്ളൂ കേട്ടോ. ഇത് ഓൾറെഡി നമ്മുടെ ഷോപ്പിൽ ഉണ്ട്. പിന്നെ നമുക്ക് സ്പായൊക്കെ എപ്പോഴും പെട്ടെന്ന് തീരും. പിന്നെ അതിൻ്റെ തന്നെ കോൺസെൻട്രേഷൻ ഉണ്ട്. ഇതിപ്പം ഡ്രൈ ആൻറ്റി ഡാൻഡ്രഫിൻ്റെ കോൺസെൻട്രേഷനാണ്. പിന്നെ ഇത് ഫോർ ഡ്രൈനെസ് മാറ്റാനുള്ള കോൺസെൻട്രേഷൻ. 2 കൈൻഡ് ഓഫ് സ്പാ കോൺസെൻട്രേഷൻ കിട്ടും. പിന്നെ ഇത് നമുക്ക് പിങ്ക് സോൾട്ടാണ് കേട്ടോ. പെഡിക്യൂർ യൂസ് ചെയ്യുമ്പോൾ അതിനകത്ത് ഇടാൻ വേണ്ടിയിട്ടുള്ള പ്രോഡക്റ്റാണ് കേട്ടോ ഇത് നമുക്ക് കാല് ഭയങ്കരമായിട്ട് പ്യൂരിഫൈ ചെയ്യാനും നമ്മുടെ കാല് നല്ല ക്ലെൻസ് ആവാനും സോഫ്റ്റ് ആവാനും ബ്രൈറ്റൻ ആവാനും ഒക്കെ പിങ്ക് സോൾട്ട് വളരെ നല്ലതാണ്. അപ്പോൾ പെഡിക്യൂർ ചെയ്യാൻ നേരത്ത് പിങ്ക് സോൾട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇതെന്താണ്, പിന്നെ ഞാൻ ഇസഹാക്കിനൊരു അദ്ഗോളയുടെ ഒരു മോയ്സ്ചറൈസിങ് ടെഡി ബാറിൻ്റെ കണ്ടപ്പോൾ മേടിച്ചായിരുന്നു. അത് അവിടെ ഓർഡർ കൊടുത്തായിരുന്നു. പിന്നെ ഒരു യൂറോ പാരീസിൻ്റെ കുറച്ച് ഐലാഷസ് മേടിച്ചിട്ടുണ്ട്. അതൊരു 3-4 എണ്ണം ഉണ്ട് കേട്ടോ. അത് അത്രയൊക്കെ ഉണ്ട്. പിന്നെ ഷോസ്കോഫിൻ്റെയും കോൺസെൻട്രേഷൻ കുറച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. കോൺസെൻട്രേഷൻ ലോറിയലിൻ്റെയും കോൺസെൻട്രേഷൻ, പിന്നെ ഷോസ്കോഫും ലോറിയലും ആണല്ലോ ഇപ്പോൾ വന്നേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത്, പിന്നെ നമ്മുടെ സാരി ഡ്രേപ്പിങ്ങിൻ്റെ ക്ലിപ്പുണ്ട്. പിന്നെ ഒരു ബ്ലെൻഡർ മേടിച്ചിട്ടുണ്ട് കേട്ടോ. അതൊരു നല്ല ബ്രാൻഡ് കണ്ടപ്പം അത് ഞാൻ ഓർഡർ കൊടുത്തായിരുന്നു. പിന്നെ സേഫ്റ്റി പിൻ, പിന്നെന്താണ്,
ഇത് എനിക്കൊരു മാല അവരെ ഞാനിങ്ങനെ വീഡിയോ കോൾ ചെയ്തപ്പം അവിടെ ഞാൻ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നതുണ്ട്. അപ്പം എനിക്കിഷ്ടപ്പെട്ടു. അപ്പം ഞാൻ മേടിച്ചതാണ് ഈ മാല. നല്ല ഭംഗിയാണ്. അപ്പോൾ ഒരു മൾട്ടി കളറാണ് ഈ മാല. അപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ മേടിച്ച മാലയാണ്. അപ്പോൾ എത്ര രൂപയാണ്? 300 രൂപ. പക്ഷെ നല്ല നമുക്ക് മൾട്ടി കളർ ആയതുകൊണ്ട് എല്ലാത്തിൻ്റെ കൂടെ ഇടാൻ പറ്റും. അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ട് മേടിച്ചത്. ഞാൻ ഏതെങ്കിലും ഒരു ഡ്രസ്സ് ഇടുമ്പോൾ അതിൻ്റെ കൂടെ ഇടാം എന്ന് വെച്ചു. പിന്നെ ഇത് എനിക്ക് ഭയങ്കര അത്യാവശ്യമുള്ളൊരു സാധനമായിരുന്നു. ഇതുവരെയൊക്കെ എനിക്കിത് കിട്ടിയിട്ടില്ലായിരുന്നു. പക്ഷേ എനിക്കിത് കുറേ നാൾ ഞാനിങ്ങനെ തപ്പി ഇപ്പോഴാണ് എനിക്കത് കിട്ടി. നമ്മൾ ഈ സ്മൂതൻ അല്ലെങ്കിൽ ഹെയർ ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ ചെയ്യുമ്പോൾ അയൺ ചെയ്യുമ്പോൾ നമ്മുടെ ചെവി ഹീറ്റ് അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ് കേട്ടോ. അല്ലേ, ഇത് വെച്ച് കഴിയുമ്പോൾ ചൂടടിക്കില്ല. നമ്മൾ ഇയർ ഭയങ്കര സേഫായിട്ടിരിക്കും. അത് ഞാനൊരു 2-3 സെറ്റ് മേടിച്ചിട്ടുണ്ട്. സംഭവം 25 രൂപയുള്ളതെന്ന് പറഞ്ഞാൽ 1,00,000 രൂപയുടെ ഉപയോഗമോ. അല്ലെങ്കിൽ അയൺ ചെയ്യുമ്പം ചെവി ഭയങ്കരമായിട്ട് ബേൺ ആവും. പിന്നെ ഇത് ഞാൻ എൻ്റെ പേഴ്സണൽ യൂസിന് വാങ്ങിയ സൺസിൽക്കിൻ്റെ. എനിക്കിത് ഭയങ്കര എഫക്റ്റീവാണ് കേട്ടോ. ഞാൻ എൻ്റെ കണ്ട് നിങ്ങൾ ചെയ്യണമെന്നില്ല. ഞാൻ ആക്ച്വലി എന്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്താലും എൻ്റെ മുടിക്ക് ഇത് ഓക്കെയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ സൺസിൽക്കിൻ്റെ ഈ മഞ്ഞ കളറ് ഷാമ്പുവും കണ്ടീഷണറും. ഇത് ഷാമ്പു ആണ്, കണ്ടീഷണർ എനിക്ക് ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഇത് നല്ല ഷാമ്പു ആണ് കേട്ടോ. ഞാൻ പേഴ്സണലായിട്ട് യൂസ് ചെയ്യാറുണ്ട് ഇടയ്ക്കൊക്കെ. പിന്നെ സേഫ്റ്റി പിൻ, പിന്നെ കുറച്ച് നാച്ചുറൽ ഹെന്ന മേടിച്ചിട്ടുണ്ട്. അത് ഓക്സിക്ലോടെ നോ ആഡഡ് കളർ ആൻഡ് പെർഫ്യൂം, എക്സ്ട്രാ ഫൈൻ പ്രീമിയം ക്വാളിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള അമോണിയം ഒന്നും തന്നെ യൂസ് ചെയ്തിട്ടില്ലാത്ത ഒറിജിനൽ പെർഫെക്റ്റ് ഹെന്നയാണ് കേട്ടോ. അതാകുമ്പോൾ നമുക്ക് തലയ്ക്കൊന്നും അത്ര വലിയ പ്രശ്നമില്ല. കാര്യം ഹെന്നയിലും ഇപ്പോൾ ഒരുപാട് എന്താ പറയുക കെമിക്കൽസ് ഒക്കെ തന്നെ വരുന്നുണ്ട്. പക്ഷെ നമ്മളത് ബ്രാൻഡഡ് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും പ്രശ്നം വരില്ല. പിന്നെ കുറച്ച് കോം മേടിച്ചിട്ടുണ്ട്. പിന്നെ ഇതേ ഷോസ്കോപ്പിൻ്റെ ഇതുണ്ട്. പിന്നെ ഞാൻ ഇത്തവണ ഐസ്ക്രീം പെഡിക്യൂറാണ് കേട്ടോ. ഇത് ഐസ്ക്രീം പെഡിക്യൂർ നമ്മൾ ഷോപ്പിൽ അവൈലബിൾ ആയിരുന്നു. അതിൻ്റെ പ്രോഡക്റ്റ് തീർന്നായിരുന്നു. അപ്പോൾ 2 എണ്ണം മേടിച്ചിട്ടുണ്ട്. ഇത് ഭയങ്കര റിസൾട്ടാണ് കേട്ടോ. നമ്മൾ ഇത് കാല് ചെയ്യുമ്പോൾ ഫേഷ്യൽ ചെയ്ത പോലെ തന്നെ നമുക്ക് നല്ല എഫക്റ്റാണ്, നല്ല രസമാണ് കാണാൻ. അപ്പോൾ ഐസ്ക്രീം പെഡിക്യൂറാണിത്. പിന്നെന്താണ്, ബ്ലാക്ക് എണ്ണ ഉണ്ട്. കുറേ ബ്ലാക്ക് എണ്ണ വന്നിട്ടുണ്ട്. പിന്നെ കുറേ ടിഷ്യൂസ് ഉണ്ട്, വൈപ്സ് ഉണ്ട്. ഇത്രയൊക്കെ ഉള്ളൂ. പക്ഷേ പിന്നെ ഷോസ്കോഫിൻ്റെ ഒരു കളർ തീർന്നിരിക്കുമായിരുന്നു. അത് പിന്നെ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തു. പിന്നെ ഇത് നല്ല എനിക്ക് എൻ്റെ അടുത്ത ബ്രൈഡിൻ്റെ കളർ, സാരിയുടെ കളർ ഇതായിരുന്നു. അപ്പോൾ ഇത്രയും സാധനമാണ് ഇന്ന് വന്നത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് എത്രയെന്ന് ഞാൻ പറയാം. എല്ലാം കൂടെ ചെറിയൊരു ഷോപ്പിംഗ് ആണ്, എന്നാലും എത്രയായി? എന്നോടെ ബില്ലവിടെ 9,560 രൂപ പ്ലസ് എത്രയായി? 1,179. 9,000 16 എല്ലാം കൂടെ ഒരു 12,000 രൂപയ്ക്ക് അടുത്ത് ഇത്രയും സാധനങ്ങളായിട്ടുണ്ട് കേട്ടോ. 2 വീക്സിൽ നമ്മൾക്ക് ഇത്രയും തന്നെ പ്രോഡക്ട്സ്. ഇപ്പം തീർന്നതൊക്കെ ചെറിയ ഷോർട്ടേജ് വന്നത് മേടിച്ചതാണ്. ഇതിനകത്ത് ഇപ്പോൾ സ്മൂത്തനിങ്ങിൻ്റെ പ്രോഡക്ട്സും അല്ലെങ്കിൽ ഒന്നും തന്നെ കാര്യം ഓൾറെഡി അതല്ലേ നമുക്ക് ഇരിപ്പുണ്ട്. അതുകൊണ്ട് അതൊന്നും നമ്മൾ സ്റ്റോക്ക് ചെയ്തില്ല. അല്ലാതെയുള്ള കുഞ്ഞു പിടിപിടി സാധനങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ എൻ്റെ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു സോ മച്ച്.